എന്തിനു വെറുതെ ആശകൾ തന്നു നീ ഓടിയൊളിച്ചു ദൂരെ. ആര് മറുമായത്തിലെ ഏതൊരു ആർട്ടിസ്റ്റും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പോയാൽ മമ്മൂക്കപ്പം മറുമായത്തെക്കുറിച്ചാണ് സംസാരിക്കുക. നിങ്ങളുടെ ആ മറ്റേ എപ്പിസോഡ് ഈ എപ്പിസോഡ് നിങ്ങൾ അങ്ങനെ എങ്ങനെ ചെയ്തു, നിങ്ങൾ എന്ത് ധൈര്യമാണോ നിങ്ങൾക്ക് മന്ത്രിസഭയൊക്കെ ഇങ്ങനെ പറയാമെന്നൊക്കെ ചോദിക്കും മമ്മൂക്ക. ഈ റിയാലിറ്റി എന്നവർക്ക് മനസ്സിലായി. തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ദാരിദ്ര്യം പറയുന്നൊരു ഫാമിലി ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനത്തെ ഫാമിലി ഒരുപാട് കേരളത്തിലുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാത്തു പറയുക, മസുകായെ നാളെയാണ് റസിയൻ്റെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് കേട്ടോ, അപ്പോൾ ചോറ് ഇറങ്ങൂല, അങ്ങനെ വെക്കും. പിന്നെ ഇലക്ട്രിസിറ്റിൻ്റെ ബില്ല് വന്ന് കിടക്കേണ്ടത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. എനിക്ക് മതി പാത്തു, ഇതൊക്കെ എങ്ങനെയാണ് കൊടുത്ത്. ഇങ്ങനെ ഉള്ള എത്ര ഫാമിലി ഉണ്ട്. കണ്ടു 9 മിനിറ്റിൻ്റെ ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഒരു അരമണിക്കൂറാണ് മമ്മൂക്കനോട് സംസാരിച്ചത്. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അന്ന് മമ്മൂക്കനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അവിടെ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കുന്ന സിനിമ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വൃന്ദ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീഡ്ബാക്കാണ്. സാറേ ഞാനൊരിക്കലും എൻ്റെ അച്ഛനോട് ഇങ്ങനെ ചെയ്യില്ല സാറേ, എനിക്ക് പറ്റില്ല സാറേ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ കരഞ്ഞിട്ടൊക്കെയാണ് ഫീഡ്ബാക്ക് പറയണത്. ചില ടീച്ചേഴ്സ് വന്നിട്ട്, ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, വിനോദ് എനിക്ക് വല്ലാതെ എന്നെ നോവിപ്പിച്ചു ഈ സിനിമ, എനിക്കിപ്പോൾ പോകണം, എൻ്റെ മോള് തൃശ്ശൂർ ഒരു ഹോസ്റ്റലിലാണ്, എനിക്ക് അവളെ പോയി കാണും, അവളോട് എനിക്കൊരു സോറി പറയണം. ഹായ്, ഹലോ, നമസ്കാരം. കഥാപാത്രങ്ങളിലൂടെ എക്കാലവും അറിയപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ വിനോദ് കോവൂരാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വളരെയധികം സന്തോഷം. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയത് വളരെയധികം ഒരു സന്തോഷം. അപ്പോൾ വിനോദ് ചേട്ടാ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങൾ എന്താണിപ്പോൾ പറയുക, 2026 പിറന്നപ്പം ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ കലാരംഗത്ത് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, താഴോട്ട് പോരുന്നില്ല. അതുതന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 2026 ഒരു അവാർഡ് പ്രഖ്യാപിച്ചപ്പം ഞങ്ങളുടെ മറുമായം വീണ്ടും ടെലിവിഷൻ രംഗത്തെ മികച്ച പ്രോഗ്രാമായിട്ട് തിരഞ്ഞെടുത്തു. അത് എത്രാമത്തെ തവണയാണെന്ന് അറിയില്ല, 15 വർഷമായി പ്രോഗ്രാം തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ MAT മൂസ എന്ന പ്രോഗ്രാമിൻ്റെ വൈബ് ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് 8 വർഷമായി, പക്ഷെ ഇപ്പോഴും വൈബ് നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് 2 സിനിമകൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കണം, 2 സിനിമകൾ റിലീസാവാനിരിക്കണം. ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ ഒരു വിദേശയാത്രയുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു കലാജീവിതം അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കഥാപാത്രങ്ങളിലൂടെ ഒരു അറിയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഓരോ കലാകാരന്മാർക്കും. അതായത് അവർ ചെയ്ത ഒരു കഥാപാത്രം എപ്പോഴും നമ്മൾ എവിടെ പോയാലും, എനിക്ക് തോന്നുന്നു ആ MAT മൂസ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എവിടെ പോയാലും ആ ഒരു പേര് പറഞ്ഞ് വിളിക്കും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഒരു സ്ഥലത്ത് സിഗ്നലിൽ നിർത്തിയപ്പം തൊട്ടടുത്തൊരു ബൈക്ക് വന്ന് 2 പിള്ളേർ, അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ നോക്കി, അവർ ചില്ലിനിങ്ങനെ മുട്ടി, ഞാൻ ചില്ലെത്തിയ മൂസക്കായല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പേര് വിളിച്ച് പറയുമ്പോൾ നമുക്ക് എത്രയും കിട്ടുന്ന ഒരു സന്തോഷം പുരസ്കാരങ്ങളെക്കാട് കൂടുതൽ സന്തോഷം തന്നെയാണ്. ചെറിയ കുട്ടികൾ പോലും, ഇപ്പോൾ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഒക്കത്തിരിക്കുന്ന കുട്ടികൾ എന്നെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ മൂച്ചക്കായി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അപ്പം അതുകൊണ്ട് വേഗം കുട്ടിയെ പോയിട്ട് ഇങ്ങനെ, അമ്മ കണ്ടിട്ടുണ്ടാവില്ല, അമ്മ അങ്ങോട്ട് നടന്നു പോവുക, കുട്ടിയാണ്, കുട്ടി ഇവിടെ ഒക്കത്താണല്ലോ, കുട്ടിയുടെ മുഖം ഇവിടെ, നമ്മൾ പുറകിലാണ്, അപ്പം നമ്മൾ കുട്ടി കാണുന്നുള്ളൂ. പിന്നെ കുട്ടിയെ പോയി നമ്മൾ തൊടുമ്പോഴാണ് അമ്മ, അയ്യോ നിങ്ങളായിരുന്നു അല്ലേ, മോളിങ്ങളെ മനസ്സിലാക്കി എന്നൊക്കെ പറയും. വലിയ ഭാഗ്യം, വലിയൊരു ഭാഗ്യം. അപ്പോൾ വിനോദേട്ടൻ്റെ ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഇപ്പം ഞാൻ പല നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് തുടക്ക കാലഘട്ടം എന്ന് പറയുമ്പോൾ മിമിക്രി തുടങ്ങിയ ഒരു കാലഘട്ടം. മിമിക്രിയുടെ കാലഘട്ടം പിന്നെയാണ്. എൻ്റെ ആദ്യത്തെ കാലഘട്ടം നാടകമാണ്. നാടകത്തിലൂടെയാണ് ഞാൻ താരമാവുന്നത്. നാടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ മുതൽ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയില്ല, വലിയ നാടകങ്ങൾ. അതായത് പഴയകാലത്ത് പേര് കേട്ട നാടകങ്ങളാണ്. പാട്ടബാക്കി എന്നൊരു നാടകം, ഭയങ്കര ഫേമസ് നാടകമാണ്. പൊളിറ്റിക്സാണ് നാടകം. പിന്നെ പാഠം 2 ഭാരതം എന്ന നാടകം, ചന്ദ്രോത്സവം, ശകുനി, കരിനിഴൽ, ഇങ്ങനെ കുറേ പഴയകാല നാടകങ്ങളിൽ വലിയ വലിയ താരങ്ങളുടെ കൂടെ ബാലനടനായിട്ട് അഭിനയിക്കാനുള്ളത്. അത് 4ലും 5ലും 6ലൊക്കെ പഠിക്കുമ്പോഴാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ കൊല്ലത്ത് നടന്നൊരു കാമ്പശ്ശേരി എന്ന് പറഞ്ഞൊരു നാടക മത്സരമുണ്ട്, നാടക ഉത്സവം. ആ നാടകോത്സവത്തിൽ
എനിക്ക് മികച്ച ബാലനടനുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്. അതൊക്കെ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം നാടകമായിരുന്നു എൻ്റെ ആദ്യത്തെ. കാരണം ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകളുടെ അഭിനയമൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മുടെ നടൻ സുധീഷിൻ്റെ അച്ഛനൊക്കെയാണ് എൻ്റെ അപ്പൂപ്പനൊക്കെ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ അപാര അഭിനയമാണ്. അപ്പം അതൊക്കെ നോക്കി നമ്മൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കണതെന്നൊക്കെ കണ്ടു. അതൊക്കെ നമ്മളിങ്ങനെ അവരെ നന്നായിട്ട് നിരീക്ഷിച്ച് അഭിനയം പഠിച്ച് അങ്ങനെ പിന്നെ സ്കൂളുകളിൽ 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴേക്ക് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ സംഘടിപ്പിച്ച് നാടകം ഉണ്ടാക്കും. ആ നാടകം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് പെർഫോം ചെയ്യും. അത് ബെസ്റ്റ് നാടകമാവും, ബെസ്റ്റ് ആക്ടർ ഞാനാവും. അങ്ങനെ പിന്നെ അത് കോളേജിലെത്തി, കോളേജിലും നാടകങ്ങൾ. പിന്നെ കോഴിക്കോട് ഒരു നാടക പ്രദേശമാണ്, നാടകത്തിന് ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുള്ളൊരു നാടാണ്. അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അതായത് നമ്മൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റും, അതായത് കോഴിക്കോട് എനിക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരു ജില്ല. പ്രോപ്പർ എവിടെയാണ്? അപ്പോൾ പ്രോപ്പർ തൃശ്ശൂരാണ്. പക്ഷെ ഞാൻ തൃശ്ശൂരാണ് എന്തൊട്ട കടിയില്ല. അപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ എത്രയും കലാകാരന്മാരെ എപ്പോഴും നെഞ്ചേറ്റിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാ ജില്ലകളിലും ഉണ്ടെങ്കിൽ പോലും കോഴിക്കോട് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരാളിൽ ജനിച്ചു വളർന്ന ഒരാൾ എത്രത്തോളം ഈ ഒരു കലാസഭയ്ക്ക് അല്ലെങ്കിൽ കലാമേഖലയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്തത്? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 8 വർഷമായിട്ട് എറണാകുളത്ത് താമസിക്കുകയാണ്. പക്ഷെ കോഴിക്കോടാണ് എൻ്റെ മനസ്സ്. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ കോഴിക്കോട് തന്നെ ജനിക്കണം എന്ന് ആഗ്രഹിക്കണം. ഞാൻ ഇതുപോലൊരു വിനോദ് കോവരായിട്ട് തന്നെ ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയും കലയെ സപ്പോർട്ട് ചെയ്യുന്നൊരു മണ്ണാണ് കോഴിക്കോട്. പിന്നെ കോഴിക്കോട്ടിലെ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ പറയുക, ഒരു പ്രത്യേക മനസ്സുള്ള ആളുകളാണ്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും രക്ഷപ്പെടണം. അല്ലാണ്ട് ഒരു തൊഴുത്തുകുത്തും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ അവിടെ തന്ന ആളുകളാണ്. നന്ദി പറയാൻ തുടങ്ങി ഒരുപാട് ആളുകളോട് നന്ദി പറയണം. അവിടെ കോഴിക്കോട് കേരളോത്സവം തന്നെ നാടക മത്സരമുണ്ട്. ഭയങ്കര നാടക മത്സരമാണ്. 18 നാടകങ്ങളൊക്കെയാണ് മത്സരത്തിനെത്തുക. ഈ നാടക മത്സരത്തിൽ 5 വർഷം തുടർച്ചയായിട്ട് ബെസ്റ്റ് ആക്ടറാണ് ഞാൻ. 5 വർഷം. അപ്പം അത് ഓരോ ഡയറക്ടർമാരും അവരുടെ നാടകത്തിൽ വിനോദമായിരിക്കണം മെയിൻ ക്യാരക്ടർ ചെയ്യേണ്ടത്. അവർ വാശി പിടിക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോ നാടക സംവിധായകർക്കും എന്നെ ഇഷ്ടമായിരുന്നു, എൻ്റെ അഭിനയ രീതി. കാരണം ഞാൻ ഒരു കമേഡിയനാണ് എന്ന് പിന്നീടാണ് എല്ലാവരും. ഈ നാടകത്തിലൊക്കെ ഞാൻ ചെയ്ത ക്യാരക്ടറൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ 5 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഒരാൾ ബെസ്റ്റ് ആക്ടർ ആവാന്ന് പറയുമ്പോൾ നാടകത്തോടുള്ള വല്ലാത്തൊരു ഇഷ്ടം, നാടകത്തെ സ്നേഹിക്കുന്ന മൊത്തം ആളുകൾ നാടകക്കാരാണ്. പൈസയൊന്നും ഇല്ല കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നാടകം ചെയ്യുന്നത്. നാടകത്തിൽ നമുക്ക് തിരിച്ച് വരുമാനങ്ങളൊന്നുമില്ല. അന്നൊക്കെ ഞാൻ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും, അല്ലെങ്കിൽ മിമിക്രിയൊക്കെ കാണിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് നാടകം ചെയ്യുന്നത്. പക്ഷെ നാടകം ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അറിയുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ട്. അത് ആ സമയത്ത് തന്നെ ഓൺ ദ സ്പോട്ട് കിട്ടുന്നതാണ്. അതിനൊരു വല്ലാത്തൊരു സുഖമാണ്. അത് ആ സ്റ്റേജിൽ പെർഫോമൻസ്, നാടകം കഴിഞ്ഞ് കർട്ടനായിട്ട് വീഴുമ്പോഴേക്ക് പ്രിയപ്പെട്ടവരൊക്കെ ബാക്ക് സ്റ്റേജിൽ വന്ന് നമ്മളങ്ങോട്ട് വിയർത്തിട്ടുണ്ടാവും നമ്മൾ. പക്ഷെ ആ വിയർപ്പ് പോലും അവർ മറക്കും. അവർ കെട്ടിപ്പിടിച്ച് കലക്കിടാ, എംപിരാക്കിടാ, നീ തന്നെയാടാ ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. അതാണ് നേരത്തെ പറഞ്ഞത് തന്നെ, പുരസ്കാരങ്ങളെക്കാൾ കൂടുന്ന ഒരു അംഗീകാരം തന്നെയാണ് ആളുകളുടെ സ്നേഹം അല്ലെങ്കിൽ നാട്ടിലെ സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിമിക്രിയിൽ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ നാടകത്തിൽ നിന്ന് നാടകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മിമിക്രി ചെയ്യുന്ന സമയത്ത് അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖല. അതെ, മിമിക്രിയിലേക്ക് ഞാൻ വരാൻ കാരണം നാടകത്തിൽ നിന്ന് വരുമാനം ഇല്ല എന്നുള്ള കാരണമുണ്ടാണ്. അപ്പോൾ വരുമാനം വേണം. അപ്പം അപ്പോഴൊക്കെ ഞാൻ 1 man ഷോ ചെയ്യാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പെർഫോം ചെയ്യും. ഒരു അരമണിക്കൂറൊക്കെ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി, അന്നൊന്നും അങ്ങനത്തെ ഒരു പേരില്ല. പക്ഷെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആളുകളെ രസിപ്പിച്ച് ഒരു 250 രൂപയൊക്കെ റെമ്യൂണേഷൻ. അതൊക്കെ 250 രൂപ എന്ന് പറഞ്ഞാൽ വലിയ കാശാണ്. പിന്നെ എനിക്ക് തോന്നി 2 പേരെയും കൂടി ഉൾപ്പെടുത്താം. അങ്ങനെ ഒരാളെയും കൂടി ഉൾപ്പെടുത്തി ഞാൻ ടോം ആൻഡ് ജെറി എന്ന പേരിൽ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി, ടോം ആൻഡ് ജെറി. അതിന് ഭയങ്കര സ്വീകാര്യതയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ 2 പേരും ചേർന്ന് കോഴിക്കോടൻ തമാശകൾ, എല്ലാ സ്കിറ്റുകളും ഒരു 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു 4-5 സ്കിറ്റുകൾ പോയി അവതരിപ്പിക്കുക. അപ്പോൾ ആളുകളൊക്കെ ചിരിക്കും, കാശ് വരും. അങ്ങനെ പിന്നെ പൈസ കൂട്ടാൻ തുടങ്ങി. 2 പേർക്ക് 1000 രൂപ തന്നാലേ വരുള്ളൂ. അപ്പോൾ 2 പേർക്ക് 500 രൂപ കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2000 ആക്കി, 2 1000 ആയി. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി ഇതൊന്നും കൂടി മെച്ചപ്പെടുത്താം. അപ്പോൾ ഞാൻ 2 ആർട്ടിസ്റ്റുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ നിർമ്മൽ പാലാഴി, ദേവരാജും ഒക്കെ എൻ്റെ ട്രൂപ്പിലേക്ക് വരുന്നത്. അങ്ങനെ അത് കേരളം മുഴുവൻ ഓടി നടന്ന് കളിക്കുന്ന, വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗമായിട്ട് മാറി. അപ്പോഴും നാടകത്തെ നമ്മൾ കുറച്ച് മറന്നുപോയി. കാരണം നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ റിഹേഴ്സലിന് കൃത്യമായിട്ട് പോകണം. ഒരുപാട് ദിവസം റിഹേഴ്സൽ ഉണ്ടാവും. അതിനൊന്നും പിന്നെ നമുക്ക് സമയമില്ലാതാവുന്നു. പിന്നെ അവിടുന്ന് പിന്നെ നേരെ ചാനലിലേക്ക് കയറുകയായിരുന്നു. ചാനലിൽ നമ്മുടെ ദൂരദർശനിൽ ആണ് തുടക്കം. ദൂരദർശനിൽ നർമ്മം എന്നൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ ഫസ്റ്റ് സീരിയലും ദൂരദർശനിലായിരുന്നു, കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞ മാമുക്കയുടെ മകനായിട്ട്. അങ്ങനെ തുടക്കം കുറിച്ചു.
പിന്നെ ഏഷ്യാനെറ്റ് വന്നു, സൂര്യ വന്നു, അമൃത വന്നു, പല ചാനലും വന്നു. എല്ലാ ചാനലിലും ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4-5 പ്രോഗ്രാമുകൾ വീതം ചെയ്തു. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ കിട്ടുന്ന, അല്ലെങ്കിൽ സ്റ്റേജിൽ ഇപ്പം നേരത്തെ പറഞ്ഞു സ്റ്റേജിൽ കിട്ടുന്ന ഒരു അംഗീകാരം, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കില്ല ഒരു സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ നമ്മൊരു ചാനലിൽ വരുമ്പോൾ ആ ഒരു മാറ്റം എങ്ങനെയാണ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്? അല്ല, അത് സത്യം ഞാൻ പറഞ്ഞില്ല, അത് സ്പോട്ടിൽ കിട്ടാത്തതിൻ്റെ പേരാണ്. അപ്പം മറിമായൊക്കെ കാണുമ്പം എപ്പിസോഡ് കണ്ടിട്ട് ആളുകൾ വിളിക്കും. ചില ആളുകളൊക്കെ വിളിച്ച് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ആ മാനറിസം ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ മിമിക്രിയും നാടകമൊക്കെ ചെയ്യുമ്പം സ്പോട്ടിൽ നമുക്ക് കിട്ടുന്നൊരു കയ്യടി ഉണ്ടല്ലോ, അതൊരു ഊർജ്ജമാണ്. അപ്പോൾ ഞാനും സുരഭി ലക്ഷ്മിയും കൂടെ ഒരുപാട് കോമഡി സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം എന്തിനും നമ്മുടെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 45,000 ഓഡിയൻസിന് മുന്നിലൊക്കെ പോയിട്ട് നമ്മൾ കോമഡി ചെയ്യുമ്പം ഈ 45,000 ഓഡിയൻസും ഒരുമിച്ച് കൈയടിക്കുക, ആർപ്പും വിളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കിട്ടലല്ലേ. അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഒരു ഊർജ്ജമുണ്ട്. അത് ഭയങ്കരമാണ്. ആ ഒരു മാറ്റമാണ് ശരിക്കും നമുക്കൊരു മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടൻ തമാശകൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു മിമിക്രി എന്ന് പറയുമ്പോൾ കുറേ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ തരം കോമഡികൾ ഉണ്ടായിരുന്നു, സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോഴിക്കോടൻ തമാശകൾ വന്നപ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു മാറ്റം തന്നെയായിരുന്നു മിമിക്രിയിൽ. കാരണം അത് ആളിപ്പോൾ ഞാനിപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോഴേ എക്സാമ്പിൾ അതാണ്. നമ്മൾ UAE പ്രോഗ്രാമിന് പോകുമ്പം അവിടുത്തെ ഒരു പ്രോഗ്രാമിന് എല്ലാ ജില്ലയിലെ ആളുകളും ഉണ്ടാവും. കോട്ടയം ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, പാലക്കാട് നിന്ന്, കാസർഗോഡ് നിന്നൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ ഇവരൊക്കെ വന്ന് പറയും നിങ്ങളെ കോഴിക്കോടൻ ഭാഷ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ നിങ്ങൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ സിനിമ കാണാൻ പോണ കാലത്ത് നമ്മുടെ പപ്പുചേട്ടൻ കുതിരട്ടൻ പപ്പു സ്ക്രീനിൽ വരുമ്പോഴേക്ക് ആളുകൾ ചിരി തുടങ്ങും. എന്തിനാ ചിരിക്കണം എന്നറിയില്ല, അയാൾ തമാശ വരുള്ളൂ. അതാ ഒരു കോഴിക്കോടൻ സ്ലാങ്ങിലൂടെ ആ സാധനങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമാണ്. ഞാനൊരു സ്കിറ്റിൽ കാലൻ്റെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, ഞാനും ദേവരാജ് കൂടി ചെയ്ത. ദേവരാജൻ കാലനായിട്ട് ഞാനൊരു നടപ്പം കാലിലൊരാളുടെ ജീവൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കാലിനോട് ഇങ്ങനെ, അയാൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ കാലിനോട് ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല കാല, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയി എന്ത് കിട്ടു എന്ന് നിഷ്കളങ്കമായ ചോദ്യം. കാലിനോട് ഇങ്ങനത്തെ ഒരു ഭാഷയിൽ ചോദിക്കുന്നു വിചാരിക്കുമ്പോൾ കാലാന്ന് വിളിക്കുമ്പോൾ തന്നെ കാലൻ അല്ല കാലേട്ടാ അല്ല കാലമാഷേ എന്താ വിളിക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരാളെ കൊണ്ടുപോയി എന്ത് കിട്ടും എന്നൊക്കെ ചോദിക്കുന്നത് ഒരു കോഴിക്കോട്ടുകാരുടെ നിഷ്കളങ്കമായ ചോദ്യമാണ്. പിന്നെ അതേപോലെ എങ്ങനെ മരിച്ചുപോയ പ്രേം നസീർ അവിടെ ഇല്ലേ, മൂപ്പര് അവിടെ എന്താ ചെയ്യാം, മൂപ്പർക്ക് അവിടെ സിനിമയൊക്കെ ഉണ്ട്. പിന്നെ അതെ നമ്മളെ സിൽക്ക് സ്മിത അവിടെ ഇല്ലേ ചോദിക്കണം. സ്മിത എന്താ ചെയ്യണം അവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, അവിടെ ഡാൻസ് തന്നെയല്ലേ, അതൊക്കെ അറിയാനുള്ളൊരു ത്വരയുണ്ടല്ലോ. മമ്മൂക്ക ഒരിക്കലും ഈ സ്കിറ്റ് കണ്ടു, എൻ്റെ മുന്നിൽ നിന്നാണ് മമ്മൂക്ക കാലം എന്നുള്ള സ്കിറ്റ് കാണുന്നത്. അത് വർഷം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വലിയൊരു കഥയാണ്. മമത മോഹൻദാസ് വന്നു. മമത മോഹൻദാസിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ മമ്മൂക്ക എന്നെ പരിചയപ്പെടുത്തി, അത് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന വിനോദ് കൗർ, അസ്ലം എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ മമത ഇങ്ങനെ കൈ കൂപ്പി ഉടനെ പെട്ടെന്ന് മമത കുട്ടിക്കൃഷ്ണനല്ലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല വിനോദ് കൗറാണ്. അപ്പം മമ്മൂക്ക പറഞ്ഞു വിനോദ് കൗർ, ഞാൻ പറഞ്ഞില്ലേ അല്ല മമ്മൂക്ക ഇത് കുട്ടിക്കൃഷ്ണനാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല കുട്ടിക്കൃഷ്ണനല്ല, ഞാൻ വിനോദാണ്. ഉടനെ അവളെ അമ്മയെ വിളിച്ചു. അമ്മ തൊട്ടടുത്ത് അമ്മേ ഇതാരാ നോക്കൂ. അപ്പം അമ്മയെ നോക്കിയിട്ട് കുട്ടിക്കൃഷ്ണനല്ലേ. അപ്പം നോക്കുമ്പോൾ ഇത് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ്. അപ്പോഴാണ് മമത ചോദിക്കുന്നത് ചേട്ടൻ കാലെന്ന് പറഞ്ഞ സ്കിറ്റ് ചെയ്തിട്ടില്ലേ, അതിൽ ചേട്ടൻ്റെ പേരെന്താ കുട്ടികൃഷ്ണൻ, അതല്ലേ ഞാൻ ചോദിക്കണത്. അപ്പം മമത വരണു. മമത അന്ന് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് US നിൽക്കുന്ന സമയത്ത് മമത ഏറ്റവും കൂടുതൽ തവണ കണ്ടൊരു സ്കിറ്റാണ് അത്ര. അത് കാരണം മരണത്തെ ഒരാൾക്കും തടയാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണല്ലോ അത്. ഏറ്റവും കൂടുതൽ ഞാൻ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ഈ സ്കിറ്റ് കണ്ടിട്ടാണ് വിനോദേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ നേരിൽ കണ്ടതിൽ. അപ്പോൾ ഉടനെ മമ്മൂക്ക അതേതാ സ്കിറ്റടാ ഞാൻ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അയ്യോ മമ്മൂക്ക കണ്ടില്ലേ യൂട്യൂബിലുണ്ട് എന്ന് പറയലും മമ്മൂക്ക ലാപ്ടോപ്പ് എടുത്ത് വെക്കണു, ഇയർഫോൺ എടുത്ത് മമ്മൂക്ക എൻ്റെ മുന്നിൽ നിന്ന് അത് കേൾക്കുകയാണ്, കാണുമ്പോൾ മമ്മൂക്കയുടെ എക്സ്പ്രഷൻസ് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം. ഇങ്ങനെ മമ്മൂക്ക ചിരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്ര മനോഹരമായി മമ്മൂക്ക അത് എൻജോയ് ചെയ്തു. എന്നിട്ട് ഈ അവിടെ നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് എന്ത് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് മമ്മൂക്ക അവർ കോഴിക്കോട്ടുകാരെ മാത്രമേ അങ്ങനെ ചോദിക്കുള്ളൂ എന്നൊക്കെ പറയും. അത്രയും ആസ്വാദനം. അല്ല മമ്മൂക്ക് മുൻപ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മറിമായത്തെ കുറിച്ചൊക്കെ കാണാറുണ്ട് എന്നൊക്കെ. ഞങ്ങൾ മറിമായത്തിലെ ഏതൊരു ആർട്ടിസ്റ്റും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പോയാൽ മമ്മൂക്ക അപ്പം മറിമായത്തെ കുറിച്ചാണ് സംസാരിക്കുക. നിങ്ങളുടെ ആ മറ്റേ എപ്പിസോഡ് ഈ എപ്പിസോഡ് നിങ്ങൾ അങ്ങനെ എങ്ങനെ ചെയ്തു, നിങ്ങൾ എന്ത് ധൈര്യമാടാ നിങ്ങൾക്ക് മന്ത്രിസഭയൊക്കെ ഇങ്ങനെ പറയാമെന്നൊക്കെ ചോദിക്കും മമ്മൂക്ക.
സ്ഥിരമായിട്ട് എല്ലാ എപ്പിസോഡും വിടാതെ കാണുന്ന ഒരാളാണ്. അതുപോലെ തന്നെ MIT മൂസേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മൂസ കയ്യേ എന്ന് വിളിക്കുന്ന ഇതൊക്കെ ഉണ്ട്. സുരഭി ചേച്ചിയുടെ ആ ഒരു നിങ്ങളുടെ ഒരു കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കോളുകളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എല്ലാവരും ആ ഒരു എപ്പിസോഡ് പോലും കാണാതിരിക്കുക, എല്ലാ ദിവസവും കാണുമായിരുന്നു. ഞാൻ കണ്ടിരുന്ന ഒരാളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. ആകസ്മികമായിട്ടാണ് അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുന്നത്. സത്യത്തിൽ ഈ മീഡിയ വൺ എന്ന ചാനലിൽ എവിടെയും ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല ഈ പരിപാടി കാണണമെന്ന് പറഞ്ഞിട്ട്. മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു ആ പരിപാടിയുടെ വിജയം എന്ന് പറഞ്ഞാൽ. കാരണം ഞാനാദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ മമ്മൂക്കയുടെ ബ്രദറായിരുന്നു, ഇബ്രാഹിംക്ക വന്ന് കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയും, ഇബ്രാഹിംക്ക ഇതൊക്കെ ആളുകൾ ഏറ്റെടുക്കുമോ? ഒരു മീൻകാരൻ നായകനാവുക, 4ാം ക്ലാസ് വരെ പഠിച്ച പാത്തു നായികയാവുക എന്നൊക്കെ പറഞ്ഞാൽ, അതുവരെ നമ്മൾ കണ്ട സീരിയലുകളൊക്കെ വലിയ വലിയ വീടുകളിൽ നല്ല ഹൈറ്റും വെറ്റുള്ള നായകന്മാരൊക്കെയാണല്ലോ, പട്ടുസാരി എടുത്ത നായികയൊക്കെയാണ്. ഇത് മാക്സിറ്റൊക്കെ അഭിനയിക്കുമ്പോൾ ആളുകൾ എടുക്കുമോ? നമുക്ക് ചെയ്തു നോക്കാം വിനോദേ, ഒരു 10 എപ്പിസോഡ് ചെയ്തിട്ട് ആളുകൾ എടുക്കുന്നില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ എന്ന് പറഞ്ഞു. പക്ഷെ 10 എപ്പിസോഡ് അങ്ങോട്ട് ചെയ്തപ്പോഴേക്കുണ്ടല്ലോ ആളുകൾ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇതാണ് റിയാലിറ്റി എന്നവർക്ക് മനസ്സിലായി. തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ദാരിദ്ര്യം പറയുന്നൊരു ഫാമിലി ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനത്തെ ഫാമിലി ഒരുപാട് കേരളത്തിലുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാത്തു പറയുക, മസുകായെ നാളെയാണ് റസിയൻ്റെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് കേട്ടോ, അപ്പോൾ ചോറ് ഇറങ്ങൂല, അങ്ങനെ വെക്കും. പിന്നെ ഇലക്ട്രിസിറ്റിൻ്റെ ബില്ല് വന്ന് കിടക്കേണ്ടത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. എനിക്ക് മതി പാത്തു, ഇതൊക്കെ എങ്ങനെയാ കൊടുത്ത് ഇങ്ങനെ ഉള്ള എത്ര ഫാമിലി ഉണ്ട്. അപ്പോൾ ആളുകൾ കണക്ട് ചെയ്യാൻ തുടങ്ങി. ഇത് റിയാലിറ്റിയാണ്, ഇതാണ് യാഥാർത്ഥ്യം. പച്ചയായ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ അടുപ്പിലൂതുന്ന ഒരു ഉമ്മയെ കാണുകയാണ്. 4ാം ക്ലാസ് വരെ പഠിച്ച ആളാണ് നായകി, 7ാം ക്ലാസ് വരെ പഠിച്ച മീൻകാരനാണ് നായകൻ. പിന്നെ അതൊരു വിജയഗാഥയായിട്ട് പോയി. അത് ഇപ്പോഴും യൂട്യൂബിലോ അല്ലെങ്കിൽ ഏത് നോക്കുമ്പോഴും ഇപ്പോഴും കാണുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോമ്പുകാലമായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ ഏറ്റവും വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ കയറി ചെന്നപ്പോൾ എൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ മക്കൾ മുഴുവൻ MIT മൂസ ബിഗ് സ്ക്രീനിലിട്ടിട്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ എപ്പോഴും തന്നെയാണ് അത്ര പരിപാടി. കാരണം കുട്ടികൾക്കൊക്കെ ആ കുട്ടികളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഈ MIT മൂസ നടക്കുന്ന കാലത്ത് അവർ ജനിച്ചിട്ടില്ല. പക്ഷെ അവർ വരെ ഇപ്പോഴും അത് ഈ ഉമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ട് കാണുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ മുസക്കായി എന്നൊരു കഥാപാത്രത്തെ ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടായിരിക്കില്ല അന്ന് ഷൂട്ടിംഗ് സമയത്ത്? ഞാൻ ശരിക്കും ഒരു മീൻകാരനായിട്ട് മാറുകയായിരുന്നു സത്യത്തിൽ. കാരണം ആ വണ്ടിയും ഞാനും എൻ്റെ വണ്ടീൻ്റെ പുറകിലിരിക്കുന്ന മീനിൻ്റെ കൊട്ടയൊക്കെ വല്ലാത്ത അതൊക്കെ കഥാപാത്രങ്ങളാണ്. അപ്പം ഞാൻ ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ ഡയറക്ടർ പറയും, വിനോദം ഇവിടുന്ന് ഓടിക്കോ, എന്നിട്ട് ആ ജംഗ്ഷനിലെത്തുമ്പോൾ നിർത്തിയിട്ട് കോയി 2 കൂക്ക മീനെ എന്ന് പറയുക. അപ്പോൾ അവിടുന്ന് ഒരാൾ വരും, അയാൾ വന്നിട്ട് മീൻ വാങ്ങും. ഞാൻ പോയിട്ട് കൂകുമ്പോഴേക്ക് എൻ്റെ അടുത്തേക്ക് ആദ്യം എത്തുന്ന ആരാന്നറിയോ? 5-6 പൂച്ചകൾ വരും. പൂച്ചകൾ വന്ന സ്പോട്ടിൽ ഞാൻ ഓരോ പൂച്ചയ്ക്ക് ഓരോ മത്തിയിട്ട് കൊടുക്കും. അവരെ തിന്നോളിട്ടോ ഉസാറായി തിന്നോളി എന്നൊക്കെ പറയുമ്പോഴേക്ക് അടുത്ത ആള് വരിക. ഇതൊന്നും ഇതിലില്ലാത്തതാണ്. ആത്മബന്ധം. പിന്നെ പൂച്ച അതിന്റെ കാലിനൊക്കെ തോണ്ടി ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടി തരുമെന്നൊക്കെ ചോദിച്ചിട്ടേ കാലിനൊക്കെ തോണ്ടു. പിന്നെ ഈ ചില ഊട് വഴി കൂടെ ഒക്കെ ഇങ്ങനെ പോകും. അപ്പൊ എന്നോട് ഇങ്ങനെ ഓടിച്ചു പൊക്കോന്ന് പറയും. ഈ ഓടിച്ചു പോകുമ്പോൾ ചില വീട്ടിൽ നിന്നൊക്കെ ചില അമ്മമാര് നിക്ക് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് നാച്ചുറലായിട്ട് വരും. നാച്ചുറൽ, അവർക്കറിയില്ല ഷൂട്ടിംഗ് എന്നറിയില്ല. അപ്പൊ ഞാൻ നിർത്തിയോട് ചേച്ചി ഷൂട്ടിംഗ് ആണ് ചേച്ചി. അതൊക്കെ റിയാലിറ്റിയാണ്, ഭയങ്കര സന്തോഷം. അല്ല അത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം ഇറങ്ങിപ്പോവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറേ കാലം നമ്മൾ ആ കഥാപാത്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇറങ്ങിപ്പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ബുദ്ധിമുട്ട്. ഇപ്പോഴും അത് ഇറങ്ങിപ്പോയെന്ന് പറയാൻ പറ്റില്ല. കാരണം ആളുകൾ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില സ്ത്രീകളെ, മോനെ അത് ഒന്നുകൂടി തുടങ്ങുമോ മോനെ, ഇനി വരുമോ മൂസ, ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് മോനെ എന്ന് പറയുന്ന ആളുകൾ, എപ്പോഴും കാത്തിരിക്കുകയാണ് ആളുകൾ. ചിന്തിച്ചിരുന്നു ഒരിക്കൽ കൂടെ ഇത് ഒന്നും കൂടെ വന്നാലെന്ന രീതിയിൽ. പക്ഷേ ഇനി സുരഭി താഴോട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ മോശമല്ലേ? ദേശീയ അംഗീകാരം കിട്ടിയ നടിയൊക്കെ ഇനി വീണ്ടും സീരിയലിലേക്ക് വരാമെന്നാണ്. അപ്പം എന്നോട് ആരോ പറഞ്ഞു നമുക്ക് പാത്തുവിനെ മാറ്റിയാലോ എന്ന്. അതൊരിക്കലും നടക്കില്ല. കാരണം സുരഭിയുടെ റേഞ്ചിലേക്കൊക്കെ ഒരിക്കലും ആ ഒരു നമുക്കൊരു മിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കഥാപാത്രം നിങ്ങൾ രണ്ടുപേരും. അതെ, നമുക്ക് മിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞ 4 ബെസ്റ്റ് പേയേഴ്സിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് കൊമേഡിയൻ പേയേഴ്സ് എന്നുള്ള
അവാർഡ്. ഇപ്പൊ അടുത്ത് എനിക്ക് തോന്നുന്നു ആ മകളായി അഭിനയിച്ച അവരായിട്ടൊക്കെ ഒരു വീട്ടിൽ വന്നവള്. അതെ അതെ അവർ എനിക്ക് തോന്നുന്നു എയർ ഹോസ്റ്റസ് അങ്ങനെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ അവിടെ കുറേ ആയി. ഞാൻ കൊച്ചിയിൽ പുതിയ ഫ്ലാറ്റ് എടുത്തപ്പോൾ മുതൽ അവിടെ ഞാൻ ഒരു ദിവസം വരും അങ്ങനെ. ഇപ്പം യുദ്ധം വന്ന സമയത്ത് ഫ്ലൈറ്റൊക്കെ മിസ്സായല്ലോ, ക്യാൻസലായല്ലോ. അപ്പോൾ അവൾ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ നാളെ അങ്ങോട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, ഫുൾ ടൈം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയ ആൾ. അപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ ഓർമ്മകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാം ഓർമ്മകൾ അവളിങ്ങോട്ട് പറഞ്ഞപ്പോഴേ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർക്കാം. ഞാൻ ഈ MAT മൂസ് നടക്കുന്ന കാലത്തൊന്നും ഞാൻ മാംസങ്ങൾ കഴിക്കില്ല, ചിക്കനും ബീഫൊന്നും കഴിക്കില്ല. അപ്പോൾ അതിൽ ചില സീനിലൊക്കെ ഞാൻ ഈ ചിക്കൻ്റെ കാല് കടിച്ച് തിന്നേണ്ട എഴുതുക. അപ്പോഴേക്കും മോനും വരും, ഉപ്പ വിനോദേട്ടാ ശരിക്കും തിന്നൂല്ലോ, ഞങ്ങൾക്ക് വേണേ, ഒരു സൈഡിൽ നിന്ന് കടിച്ചാൽ മതിയേ. ഞാൻ എന്നിട്ട് ഇങ്ങനെ കടിച്ചിട്ട് കാണിക്കും, ചവയ്ക്കണമൊക്കെ കാണിക്കും, പിന്നെ കട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ പോയി തുപ്പും. ഇറക്കാൻ എനിക്ക് പറ്റില്ല, തുപ്പിയിട്ട് വീണ്ടും വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിക്ക് വേണ്ടി മക്കൾ രണ്ടാളും അടിയാണ്, ഈ കാലിൻ്റെ ബാക്കിക്ക് വേണ്ടി. ശരിക്കും ഒരു കുടുംബത്തോടെ തോന്നിപ്പോ, അല്ലെ സീരിയലാണോ അല്ലെങ്കിൽ ഇതാണെന്ന് മറന്നു പോകുന്ന തരത്തിലായിരിക്കും. ഒരു ഇലയിൽ ചോറ് വിളമ്പിയിട്ട് ഞങ്ങൾ 4 പേരും ആ ഇലയിൽ വാരി കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ. പിന്നെ ആ ഷൂട്ടിങ്ങിന് എത്തിക്കഴിഞ്ഞാൽ ആ വീട് പലപ്പോഴും അടിച്ചു വരുന്നത് സുരഭിയായിരിക്കും. സുരഭി തന്നെ അടിച്ചു വാരി വൃത്തിയാക്കുക, കാരണം നമ്മുടെ വീടാണ്. പിന്നെ ഭക്ഷണം വന്നാൽ ഇപ്പോൾ സുരഭി തന്നെയാണ് പല ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കുക. അതൊക്കെ ഭയങ്കര ഒരു സെറ്റിലും കാണാത്ത കാര്യങ്ങളാണ്. എത്ര ഈ പ്രവാസികളൊക്കെ ലീവിന് വന്നാൽ പലരും ഞങ്ങളുടെ സെറ്റിലേക്ക് വരും, ഞങ്ങളൊന്ന് കാണാൻ, ആ വീടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ ഒരു കുടുംബത്തെ കാണാൻ വേണ്ടി ഞാനിപ്പോഴും എന്താ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആ വീട്ടിൽ പോകും. ആ വീട് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ആ ഷൂട്ടിംഗ് നടന്ന വീട്ടിൽ ഞാൻ എടുക്കാം. അപ്പോൾ അവിടെ അടുത്തുള്ള ആളുകളൊക്കെ ഓടി വരും എന്നെ കാണുമ്പോൾ. സ്നേഹം, ഭയങ്കര സ്നേഹമാണ്. അല്ല, ആ സ്നേഹം നമുക്ക് എപ്പോഴും നിലനിൽക്കും. അതായത് അതാണ് ഏറ്റവും വലിയ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതേപോലെ തന്നെയായിരുന്നു മറിമായം. അതായത് എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിറ്റ്കോം ഇത്രയും, അതായത് പ്രേക്ഷകരെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡ് കഴിയും തോറും നമുക്ക് മടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് വെറൈറ്റി തീംസാണല്ലോ വരുന്നത്. എല്ലാം കണ്ടംപററി ടീമാണ്. ഈ പിന്നെ എന്താ പറയുക, ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ച സാധനമാണ് ഇന്ന് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ TV യിൽ കണ്ടൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കറണ്ട് അഫയേഴ്സാണ്, അതുകൊണ്ടാണ് ആളുകൾക്ക് മടുക്കാത്തത്. അതെ അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിലഭിനയിക്കുന്ന നിയാസ് ബക്കർ ആയാലും അല്ലെങ്കിൽ മണികണ്ഠൻ ചേട്ടനായാലും അതിലുള്ള ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ സലീം ചേട്ടനായാലും ഒക്കെ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമായിരിക്കുമല്ലോ ശരിക്കും. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു 15 വർഷം കൊണ്ടൊക്കെ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ടായിട്ടുണ്ട്, ഞങ്ങൾ അറിയാതെ വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ഒരു ഓഫീസിൽ ഞാൻ സത്യശീലൻ്റെ മുന്നിൽ പോയാൽ പറയേണ്ട ഡയലോഗ് ഉണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം അപ്പോൾ അത് ഇന്ന് കിട്ടൂല കേട്ടോ, നിങ്ങൾ മറ്റന്നാൾ വരി എന്ന് സത്യശീലൻ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ചു പോരണമെന്നാണ് ശരിക്കും സ്ക്രിപ്റ്റിലുള്ളത്. അതെന്താ നിങ്ങൾക്ക് മറ്റന്നാളാവണം, ഇന്ന് വന്നാൽ എന്താ എന്നൊരു ചോദ്യമാണ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കളറ് മാറി. പിന്നെ അങ്ങനെ തരാൻ പറ്റുള്ളൂ. അതെന്താണ് ഇന്ന് തന്നാൽ ഇപ്പം എന്താ പ്രശ്നം നിങ്ങൾക്ക്? പിന്നെ അതിൻ്റെ മേലെ കളിയായി. പിന്നെ അത് പിന്നെ സ്പോട്ട് ഇംപ്രവൈസേഷനാണ്, അതങ്ങോട്ട് നീണ്ടുപോകും. അത് എപ്പോഴാണോ ഡയറക്ടർ കട്ട് വരണം അപ്പോഴേ നിർത്തുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന സമയത്തെ അത് ഇത്രത്തോളം കുറച്ച് ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. എല്ലാവർക്കും അതൊരു നമുക്ക് ഈ കാണുന്ന അല്ലെങ്കിൽ നേർക്കാഴ്ചയായിരിക്കണം. നമ്മളിപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ടെലിവിഷനിൽ വരുന്ന സമയത്ത് അത് എത്രത്തോളമൊക്കെ എങ്ങനെ ചലഞ്ചിങ് ആയിരുന്നു നിങ്ങൾക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനൊക്കെ? ഒരു കുഴപ്പമില്ല, കാരണം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും, സ്ക്രിപ്റ്റ് എല്ലാവരും ഇരുന്നത് വായിക്കും, ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ആ സ്ക്രിപ്റ്റ് തന്നെ ഒരിക്കലും ഞങ്ങൾ ഫോളോ ചെയ്യാറില്ല. ഒക്കെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് അവനവൻ്റെ രീതിയിലേക്ക് അത് മാറ്റി സംഭവം സബ്ജക്റ്റിൽ നിന്ന് മാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ചിലപ്പം കയറി പോയത്. സ്പോട്ടിലൊക്കെ ചില തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചു പോയ എത്രയോ ഘട്ടങ്ങളുണ്ട്. സ്പോട്ടിലൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകും, പിന്നെ അത് കട്ട് പറയും. പക്ഷേ ഡയറക്ടർ അയ്യോ അത് കിട്ടിയായിരുന്നു, നല്ല സാധനമായിരുന്നു, എന്തിനാ ചിരിച്ച വിനോദം എന്നൊക്കെ ചോദിക്കും. തിരിച്ചു പോകും ചിലപ്പോൾ. ശരിക്കും അങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഓപ്പോസിറ്റിൽ ഒരാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചിരി വന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ ഷൂട്ടിനൊക്കെ? ഇഷ്ടം പോലെ നമ്മളിപ്പം ചില ഡയലോഗ്സ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ചില സാധനങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് കിട്ടാതെ വരും, നാവിന് വഴങ്ങാതെ വരിക. പ്രോബബ്ലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കിട്ടൂല ചിലപ്പം പ്രോബബ്ലി. അത് പക്ഷേ അതും ചിലപ്പം ഷൂട്ടിങ് 7 മണിക്ക് തീരേണ്ട ഷൂട്ടിങ് ചിലപ്പോൾ 8 മണി 9 മണിക്കാവും. ഈ സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ ചില പ്രയോഗങ്ങൾ വരിക.
അപ്പോൾ ആ സമയത്ത് നമ്മൾ വെറുത്തു, എങ്ങനെയെങ്കിലും നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാവും. അപ്പോഴാണ് ഇങ്ങനത്തെ ചില സെൻറ്റൻസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പം നമുക്ക് എന്താ പറയട്ടെ, തെറ്റിപ്പോയാലും പിന്നെ അത് കഴിഞ്ഞു എന്നുള്ളൊരു ഇതാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എപ്പിസോഡ് ഉണ്ട് അതിൽ, അതായത് ആ ഒരു ബിവറേജിലെ ഭാര്യ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിലൊരു സീനിൽ പറയുന്നുണ്ട്, അതായത് എടി നമ്മൾ മണി പ്ലാന്റ് ഇട്ട് വയ്ക്കുന്ന കുപ്പിയില്ലേ അത്, ഭർത്താവ് മദ്യം മേടിക്കാൻ വരുന്ന ആള് ഭാര്യ എടുത്തു വരുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ രംഗങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിൽ നടക്കുന്ന, ഗവൺമെൻറ് ഓഫീസുകളിൽ നടക്കുന്ന. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ്, ആ ഒരു നിരീക്ഷണ പാഠവും ശരിക്കും ഈ മിമിക്രിയിലൊക്കെ പറയുമല്ലോ, അതെങ്ങനെയാണ് അത്? നിരീക്ഷണ പാഠം എല്ലാവർക്കും ഉണ്ട്. പിന്നെ സബ്ജക്റ്റുകൾ ഇപ്പോൾ മനോരമ ഒരു 4-5 പേരെ നിയോഗിച്ചിട്ടുണ്ട്, അവരാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് കയറും. അപ്പോൾ ആ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു മാനറിസം പിടിച്ചാൽ നന്നാവും, അപ്പോൾ അയാൾ ഇങ്ങനെ അയാൾ വിക്കനായിക്കോട്ടെ, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആവട്ടെ, അങ്ങനെയൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മളവിടെ ചെയ്തു തുടങ്ങുന്നത്. അത് അവസാനം 4 കാലിൽ വീഴും, സക്സസ് ആവും. ചില ദിവസങ്ങളിൽ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഈ സ്ക്രിപ്റ്റ് ആർക്കും ഇഷ്ടമായില്ല, അയ്യോ അത് ചെയ്താൽ യേശുവില്ല കേട്ടോ, അപ്പോൾ ഡയറക്ടർ വേറെ സ്ക്രിപ്റ്റ് ഇല്ലെന്ന് ഇപ്പം എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ഒന്നെങ്കിൽ ഞാനോ, അല്ലെങ്കിൽ ഇന്ന് മനോരമ പത്രത്തിൽ ന്യൂസ് വായിച്ചിട്ടുണ്ട്, ഒരു വില്ലേജ് ഓഫീസർ പിടിച്ചിട്ടുണ്ട്, എടുക്കെടുക്കാൻ ന്യൂസ് എടുക്ക്, അത് വായിച്ചു, ഇത് മതി, അപ്പം അത്രയുള്ള ന്യൂസ് ഇത്രയേ ഉള്ളൂ. അപ്പം നീ വില്ലേജ് ഓഫീസർ ആയിക്കോ, നീ വരുന്ന ആളാവ്, നീ വാർഡ് മെമ്പർ ആയിക്കോ, മറ്റേ അപ്പം തീരുമാനിച്ചു സ്പോട്ടിൽ ഇതങ്ങോട്ട് ചെയ്യും. ഇത് ഭയങ്കര വിജയമാവും. ഒരു സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ചെയ്യുന്ന സാധനമാണത്. അതാണ് അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു പൊരുത്തത്തിന്റെ വിജയമാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ശൈലികളുണ്ട്, അല്ലെങ്കിൽ ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യുന്ന, അതൊക്കെ എങ്ങനെയാണെന്ന്. ഭാഷയുടെ ഒരു സമ്മിശ്രമാണ് ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു ആകർഷണം. കാരണം ഞാൻ കോഴിക്കോടൻ ഭാഷ പറയണം, ഒരാൾ പാലക്കാട് ഭാഷ പറയണു, ഒരാൾ ട്രിവാൻഡ്രം പറയണു, ഒരാൾ എറണാകുളം പറയണു, ഒരാൾ കാസർഗോഡ് പറയണു. അപ്പോൾ ഈ ഭാഷകളെല്ലാം കൂടി വരുമ്പോൾ അതിനൊരു സൗന്ദര്യം വേറെയാണ്. എല്ലാ ഭാഷകളുടെയും ഒരു സമ്മേളനമാണ് മറുമായം. അതാണ് ആളുകൾക്കൊക്കെ മടുക്കാത്തത്. ഇപ്പോൾ നമ്മൾ കോഴിക്കോടൻ ഭാഷ പറയുമ്പോൾ ആളുകൾക്കത് മറ്റുള്ള എല്ലാ ജില്ലയിലെ ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ കോഴിക്കോടൻ ഭാഷയിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. ഞാൻ കൗത്തിന് ഞാൻ പിടിച്ച് ഞെക്കിക്കാളെന്ന് പറഞ്ഞിട്ടേ, അപ്പോൾ എവിടെയാണ് വിനോദേ കൗത്ത് എന്ന് പറഞ്ഞാൽ കഴുത്തിന്. പിന്നെ ഒന്നും പറയേണ്ട സാറേ, അവസാനം ഞാൻ കുണ്ടനാച്ചി ഇടയിൽ കൂടെ ഓടി രക്ഷപ്പെട്ടതാ. എന്താടാ മനസ്സിലായില്ല? കുണ്ടനാച്ചിടാ എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ ഇടയിൽ കൂടെ ഓടി രക്ഷപ്പെട്ടു. കുണ്ടനിടവഴി, അതാണ് കുണ്ടനാച്ചി ഇടാന്നാണ് കോഴിക്കോട് പറയാ. ഇങ്ങനെ ചില പ്രയോഗങ്ങൾ. അതിപ്പം നമ്മുടെ ഉണ്ണിയാണ് കാസർഗോഡ്. അവന്റെ ചില സാധനങ്ങൾ പറഞ്ഞാൽ നമ്മള് ഞെട്ടിപ്പോവും, ഒന്നും മനസ്സിലാവില്ല. ആട്ടുകൊട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് പോകും. എന്താ ഉണ്ണിയെ? അപ്പോഴാണ് ഉണ്ണി ക്ലിയർ ആക്കുക അതിങ്ങനെയാണ് സംഭവം. അതുപോലെ തന്നെ ഇപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ ഒരു ഗൂഗിൾ മാപ്പിന്റെ ഒരെണ്ണം കണ്ടിരുന്നു, അതും വളരെ ഗംഭീരമായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാ വിഷയങ്ങളും, അതായത് നമ്മൾക്ക് ഈ ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണുന്ന സമയത്ത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ, അത് ശരിക്കും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മറിമായത്ത് അല്ലാതെ തന്നെ ഷോർട്ട് ഫിലിമുകൾ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകസ്മികം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് കുറേ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലോട്ട് പിന്നെ എങ്ങനെയാണ് എഴുത്തിലോട്ടും? ഷോർട്ട് ഫിലിമുകൾ എനിക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഉണ്ടാക്കി തന്നത് ഷോർട്ട് ഫിലിമുകളാണ്. എനിക്ക് ആദ്യത്തെ ദേശീയ അംഗീകാരം അതേ കാരണത്താലെന്ന ഷോർട്ട് ഫിലിമിലാണ്. അത് പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്തില്ല, ഞാൻ അഭിനയിച്ച ഷോർട്ട് ഫിലിമാണ്. അതിന് മൊത്തം 30 അവാർഡുകൾ കിട്ടിയ ഷോർട്ട് ഫിലിം. അതിൽ 18 അവാർഡും ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്കാണ് അതേ കാരണത്താൽ. അതേ കാരണത്താലാണ് ഷോർട്ട് ഫിലിമാണ് മമ്മൂക്കയിലേക്കൊക്കെ എന്നെ എത്തിക്കുന്നത്. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് മമ്മൂക്ക എന്നെ വിളിക്കുന്നതും അപ്രീഷിയേറ്റ് ചെയ്യണതും മമ്മൂക്കയുടെ വർഷം എന്ന സിനിമയിലേക്ക് എനിക്കൊരു വേഷം തരുന്നതൊക്കെ അതിലൂടെയാണ്. ആകസ്മികം എന്ന ഷോർട്ട് ഫിലിമാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ഫിലിം. അത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പോകുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ആ ഷോർട്ട് ഫിലിം ആക്കിയത്. അപ്പോൾ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തു, ഞാൻ തന്നെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തു, അഭിനയിച്ചു. സിനിമ മൊത്തം 9 മിനിറ്റുള്ളൂ. സിനിമ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാമറമാനും എഡിറ്ററൊക്കെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതിനോട്ട് അത് ഭയങ്കര നമ്മളെ വല്ലാതെ നോവിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമായിട്ട് മാറിയിട്ടത്, ഇത് ഗംഭീര രീതിയിൽ നമുക്കിത് ഇറക്കണം. ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇറക്കാൻ? നിങ്ങളിത് മമ്മൂക്കയുടെ പേജിൽ കൂടെ ഇറക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ മമ്മൂക്ക് നിങ്ങൾ നിങ്ങൾ ഈ സിനിമ കൊണ്ട് മമ്മൂക്കൊന്ന് കാണിച്ചു കൊടുക്കി. അങ്ങനെ എനിക്കൊരു ധൈര്യം, അങ്ങനെ വെറുതെ ഞാൻ മമ്മൂക്കൊക്കെ ഒരു മെസ്സേജ് വിട്ടു, ഞാനൊരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണ്ട, മമ്മൂക്കെ ഒന്ന് കാണിക്കണം. നീ വാടാന്ന് പറഞ്ഞു. ഞാൻ ചെന്നു സ്റ്റുഡിയോയിൽ. ഞാൻ ചെന്നപ്പോൾ മമ്മൂക്ക ഒരു ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തി വെച്ചിട്ട് മമ്മൂക്ക ഇപ്പുറത്തെ സ്റ്റുഡിയോയിൽ വന്ന് ബിഗ് സ്ക്രീനിൽ ഞാനും മമ്മൂക്കയെ മാത്രമേ ഷോർട്ട് ഫിലിം കണ്ടു.
9 മിനിറ്റിൻ്റെ ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഒരു അരമണിക്കൂറാണ് നമുക്ക് എന്നോട് സംസാരിച്ചത്. അത്ര പോസിറ്റീവായിട്ട്. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാനിതിനെ നിനക്ക് 100-ൽ 98 മാർക്കേ തരുള്ളൂ, മുഴുവൻ തന്ന നിനക്ക് അഹങ്കാരമായി പോകുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അന്ന് നമുക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനത് പാലിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് നമുക്ക്, നന്നായിട്ടുണ്ട്. എന്നാലും നീ ആ പെണ്ണിനെ കൊല്ലണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവനെ കൊല്ലണം. നമുക്ക് കൊന്നാലേ ആളുകളുടെ ഉള്ളിൽ അത് കനലായിട്ട് നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ആളുകൾ അത് മറക്കും. ഇതൊരു നോവായിട്ട് ഇങ്ങനെ നിൽക്കും. ആ കറക്റ്റ്. അപ്പോൾ നീ എന്താ വേണമെന്നറിയോ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അവിടെ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കണ സിനിമ. എല്ലാ കോളേജിലും ഉണ്ടാവും ഈ ഫിലിം ക്ലബ്ബൊക്കെ. അവിടെ കുട്ടികൾ കൂട്ടമായിട്ടിരുന്നിട്ട് സിനിമ കാണട്ടെ, കണ്ടിട്ട് അവരോട് ഫീഡ്ബാക്ക് പറയാം, അവർ ഫീഡ്ബാക്ക് പറയട്ടെ. എന്നിട്ട് വിനോദം അവർക്കൊരു കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കുക. 100 പെൺകുട്ടികളിൽ നിന്ന് 20 പെൺകുട്ടികൾ ചിലപ്പോൾ രക്ഷപ്പെടും, ബാക്കി 80 പേരെ ചിലപ്പം ആ വഴിക്കൊക്കെ പോയത്. എന്നാൽ 20 പേര് രക്ഷപ്പെടുമല്ലോ, അത് വലിയ കാര്യമാണ്. എന്നും നമുക്ക് പറഞ്ഞ പ്രകാരം 38 സ്കൂളുകളിൽ 38 കോളേജുകളിൽ ഞാൻ ഈ സിനിമ പ്രദർശിപ്പിച്ചു. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വൃന്ദ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീഡ്ബാക്ക് ആയിരുന്നു. കുട്ടികളൊക്കെ കരഞ്ഞ്, ചില കുട്ടികളൊക്കെ ഫീഡ്ബാക്ക് പറയുമ്പോൾ, സാറേ ഞാനൊരിക്കലും എൻ്റെ അച്ഛനോട് ഇങ്ങനെ ചെയ്യില്ല സാറേ, എനിക്ക് പറ്റില്ല സാറേ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ കരഞ്ഞിട്ടൊക്കെയാണ് ഫീഡ്ബാക്ക് പറയണത്. ചില ടീച്ചേഴ്സ് വന്നിട്ട്, ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, വിനോദ് എനിക്ക് വല്ലാതെ എന്നെ നോവിപ്പിച്ചു ഈ സിനിമ, എനിക്കിപ്പോൾ പോകണം, എൻ്റെ മോള് തൃശ്ശൂർ ഒരു ഹോസ്റ്റലിലാണ്, എനിക്ക് അവളെ ഇപ്പോൾ പോയി കാണണം, അവളോട് എനിക്കൊരു സോറി പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ അപ്പം എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകണം. ഇങ്ങനെ കരയാതെ ഒരാളും ഈ സിനിമയെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയുന്നില്ല. ഓരോ സ്ഥലത്ത് ഈ 38 സ്ഥാപനങ്ങളിലും ചെന്നപ്പോഴും എനിക്കുണ്ടായ ഫീഡ്ബാക്ക് അതും ഭയങ്കരമായിരുന്നു. കാരണം കുട്ടികൾ ഉറപ്പാണുകയാണ് കുട്ടികൾ, ഞങ്ങൾ അച്ഛനോട് ഇങ്ങനെ ചെയ്യില്ല. കാരണം അച്ഛൻ്റെ ഒരു വേദന അത് മമ്മൂക്ക പറഞ്ഞു, അത് ഭീകരമാണ്. കാരണം ആ അച്ഛൻ ചോദിക്കുന്നുണ്ട്, 18 വർഷമായിട്ട് ഞാൻ പോറ്റി വളർത്തുന്ന എൻ്റെ മോളാ, വെള്ളമിട്ട് നനച്ച് വേരൊക്കെ ഇറങ്ങി അവൾക്ക് ഒരു പോറൽ ഏൽക്കാതെ പൊന്നെ തേനേന്ന് വിളിച്ച് മാറ്റിയ മോളാണ്. അങ്ങനത്തെ എന്നെ ഒരു 3 മാസം കൊണ്ട് പരിചയപ്പെടുന്ന ഒരുത്തൻ്റെ കൂടെ എങ്ങനെ പോകാൻ തോന്നണു? ഈ വേര് പിഴുതെടുത്തിട്ട് അവൾക്ക് എങ്ങനെ തോന്നണു? അത് വലിയ ചോദ്യമാണത്. കുട്ടികൾ തീരെ ചിന്തിക്കുന്നില്ല. ടീനേജ് പ്രായത്തിലെ അവരുടെ ഒരു എന്താ പറയുക, ഒരു മണ്ടത്തരമാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാം നെഗറ്റീവാണ്. അവർ ഒന്നും അച്ഛൻ പറയുന്നതൊന്നും അവർ അഡ്മിറ്റ് ചെയ്യില്ല. അതെല്ലാം ഇല്ല, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഈ പോകുമ്പം ഈ അച്ഛനും അമ്മയ്ക്കും എന്താവണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവരുടെ ജീവിതം പിന്നെ എന്താണ്? ഒറ്റ മോളുകളെങ്കിലും ആലോചിച്ച് നോക്കൂ, ആ അച്ഛനമ്മയും പിന്നെ എന്തിനാണ് ജീവിക്കണത്? ഇതാണ് ആ സിനിമ. അതല്ല, ആ സിനിമ ഒരു സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയൊരു മെസ്സേജ് ഒരു സിനിമ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ തമാശ, ഇതിന് ആദ്യത്തെ ഒരു അവാർഡ് വന്നു എനിക്ക്, ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചാൽ ബെസ്റ്റ് ആക്ടർ. അപ്പോൾ ഞാൻ മമ്മൂക്കയ്ക്ക് മെസ്സേജ് വിട്ടു, മമ്മൂക്ക എൻ്റെ ഷോർട്ട് ഫിലിമിന് ആദ്യത്തെ അവാർഡ് വന്നു, ബെസ്റ്റ് ആക്ടർ അവാർഡാണ്. മമ്മൂക്ക എനിക്ക് തിരിച്ചുവിട്ട മെസ്സേജ് എന്താ അറിയാമോ, ഒരു 10 ഇനിയും വരാണ്ടാണ് പറഞ്ഞ പോലെ 11 അവാർഡ് വീണ്ടും വന്നു ആ സിനിമയ്ക്ക്, ഒക്കെ ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഭയങ്കര സന്തോഷം. അത് ശരിക്കും മമ്മൂക്ക ശരിക്കും പറഞ്ഞ ഒരു ജീവിതത്തിലൊരു ഘടകം. കാരണം എൻ്റെയൊക്കെ ജീവിതത്തിലെ ശരിക്കും ഒരു ടേണിംഗ് പോയിൻ്റാണ് മമ്മൂക്ക. എന്നെയൊക്കെ ശരിക്കും മാറ്റിയത്. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ സ്വപ്നം കണ്ട ഒരു മനുഷ്യനായിരുന്നു മമ്മൂക്ക. ഞാനൊക്കെ ശരിക്കും മമ്മൂക്കയുടെ ചിത്രം വെട്ടിയെടുത്തിട്ട് എൻ്റെ നോട്ട്ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അതൊക്കെ നമ്മുടെ ഒരു ആരാധനയാണ്. ഈ പത്രങ്ങളിലും മാഗസീനിലൊക്കെ കിട്ടുന്ന മമ്മൂക്കയെ മാത്രം ബ്ലേഡ് കൊണ്ട് വെട്ടിയെടുത്ത് അതിങ്ങനെ ചോറ് വറ്റൊക്കെ തേച്ചിട്ട് നോട്ട്ബുക്ക് എന്ന് വെച്ചാൽ കണക്ക് പുസ്തകത്തിലാണ് ഒട്ടിക്കുക. നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്തൊരു പുസ്തകം അതാ കണക്കിലോട്ട് പുസ്തകേ. അപ്പം അതിന് മേലെ അതുകൊണ്ട് ഇതിനി കാണണ്ട, A+B ² മാങ്ങാത്തോലി അത് വേണ്ട, അവിടെ കിടക്കട്ടെ. അങ്ങനെ ഒട്ടിച്ച് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചു നോക്കുക. അങ്ങനെയൊക്കെ ആരാധിച്ചിരുന്ന ഒരാളെ പിന്നെ നേരിട്ട് കാണാനും സംസാരിക്കാനും അദ്ദേഹത്തിനോട് അഭിനയിക്കാനും അദ്ദേഹം നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാനൊക്കെ ഉള്ളൊരു അവസരം കൊണ്ടുതരുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി. അതെ, ശരിക്കും ഓരോരുത്തരുടെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരുടെയും ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. മമ്മൂക്കയാണ്, എത്രയോ ആർട്ടിസ്റ്റുകൾ, ആ കൂട്ടത്തിൽ ഒരാൾ അതായി മാറിയത് തന്നെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പല സിനിമകൾ അതിനുശേഷം നിങ്ങളുടെ ഒരു ടീമായിട്ടുള്ള വല്ലാത്ത ഭയൻ സിനിമ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം സിനിമയായി വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും അത് എത്രത്തോളം പ്രേക്ഷകരെ ഏറ്റെടുത്തു? പ്രേക്ഷകർ കാരണം വല്ലാത്ത ഭയൻ നന്നായിട്ട് ആളുകൾ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. കാരണം ഒരു ജീവിതഗന്ധിയായ ഒരു മറുമായ സിനിമ തന്നെയാണത്. മറുമായത്തിലെ
കുറേ മുഹൂർത്തങ്ങൾ തന്നെയാണ്. ഒരാളൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരൻ ലോൺ എടുക്കാനും പലരും അദ്ദേഹത്തിനോട് കൈക്കൂലി ചോദിക്കുന്നതും അയാൾക്ക് ആ വീട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമാണ്. അതാണ് സിനിമ. പിന്നെ അതിന് ശേഷം ചെയ്ത പഞ്ചായത്ത് ചിട്ടി എന്ന സിനിമയും അതും ഏകദേശം മറുമായത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. വലിയൊരു ബിഗ് സ്ക്രീനിലോട്ട് വന്നു ടീമായിട്ട് ഞങ്ങളെ ടീം ഞങ്ങൾ തന്നെയാണ് മുഖ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. മറ്റു താരങ്ങൾ ആരുമില്ല. ഇനി ഇത് അടുത്ത സിനിമയുടെയും പണിപ്പുരയിലാണ്. അത് നമുക്ക് കാണാം. സ്ക്രിപ്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ നേരത്തെ പറഞ്ഞ മോട്ടിവേഷണൽ സ്പീക്കറാണ്, നടനാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും മൾട്ടി ടാസ്കിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കൂടെ പാട്ടിനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഗ്രാമീണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നാടൻപാട്ട് സംഘമുണ്ട്. ഒരുപാട് പ്രോഗ്രാം ചെയ്ത. അപ്പൊ പാട്ടിനെയും നെഞ്ചേറ്റുന്ന ഒരാളാണ്. ഇപ്പൊ നേരത്തെ സംസാരിച്ചപ്പോ തന്നെ എന്തോ ഒരു മോട്ടോ ഇപ്പൊ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പാട്ടും എന്റെ ജീവിതമാണ് എന്നുള്ള രീതിയിൽ. സംഗീതം അല്ല, അഭിനയം എന്റെ ജീവനാണ്, സംഗീതം എന്റെ ശ്വാസമാണ്. ഇനി മറ്റൊരു രീതിയിലും പറയാം, അഭിനയം എന്റെ ഭാര്യയാണ്, സംഗീതം എന്റെ കാമുകിയാണ്. അപ്പൊ നമുക്കൊരു സംഗീതം പൊഴിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടിയാലോ? സംഗീതം പൊഴിച്ചാലോ എന്നായിക്കോട്ടെ. കുറച്ചിങ്ങനെ ഇരുത്തി സാഹിത്യപരമായി പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. ഈ പാട്ടുകളിൽ ആസ്വദിച്ച് പാടാൻ പറ്റുന്ന, ശരിക്കും മനസ്സ് തട്ടി പാടാൻ പറ്റുന്നത് കുറച്ച് സാഡായിട്ടുള്ള പാട്ടുകളാണ്, വിഷമമുള്ള ടൈപ്പ് പാട്ടുകൾ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ, ഞാനിപ്പോൾ എന്തും എൻ്റെ സ്റ്റാറ്റസുമായിട്ട് ഞാൻ ഒരു പാട്ടാണ് ഇടാറ്. അത് വീട്ടിലൊരു മൈക്കുണ്ട്, ആ മൈക്കിൽ. അപ്പോൾ അത് ആ സ്റ്റാറ്റസ് കണ്ട് പലരും ആ പാട്ടിനെ കുറിച്ച് പറയും. വിനോട്ട എന്ത് ഫീലാണ് പാടിയിരിക്കണം, അത് ഞങ്ങൾക്കൊന്ന് അയച്ചു തരൂ, ഞാൻ എൻ്റെ ഗ്രൂപ്പിലിടത്താന്നൊക്കെ പറഞ്ഞിട്ട് പലരും വിളിക്കും. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിൽ തട്ടിയ കുറേ പാട്ടുകളുണ്ട്. അത് ചിലപ്പോൾ സിനിമാ പാട്ടായിരിക്കില്ല, ഔട്ട് റെക്കോർഡായിരിക്കും. അതിലൊരു പാട്ട് പാടാം, കുറച്ച് വരി. ഈ പാട്ട് ഞാൻ പ്രേമിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രണയിനികളെ നഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് വിരഹകാമുകം. എന്തിനു വെറുതെ ആശകൾ തന്നു നീ ഓടിയൊളിച്ചു ദൂരെ, എന്തിനു വെറുതെ ആശകൾ തന്നു നീ ഓടിയൊളിച്ചു ദൂരെ, നീ നൽകിയ ചുംബന പുഷ്പങ്ങൾ ഞാനെവിടെ ഒളിപ്പിക്കും, ആമ്പൽ കുളങ്ങളിൽ ആമ്പൽ പറിക്കാനും ആര്യടൻ പാടത്ത് ഓടി നടക്കാനും ഇനി നീ തേങ്ങും എന്നുള്ളം അറിയാതെ തേങ്ങും തേങ്ങലിൻ കൂട്ടായി കണ്ണീരു മാത്രം, കൂട്ടായി കണ്ണീരു മാത്രം, ആത്മാവിൻ വേദന കാണാൻ നീ എവിടെ, കാണാത്ത ദൂരം പറന്നകന്നില്ലേ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളെന്നും അറിയാതെ പറയാതെ കണ്ണുനീർ പറയും, തേങ്ങും എന്നുള്ളം അറിയാതെ തേങ്ങും തേങ്ങലിൻ കൂട്ടായി കണ്ണീരു മാത്രം, കൂട്ടായി കണ്ണീരു മാത്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞ വിരഹ കാമകന്മാർക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വരുമായിരിക്കും. ഇത് പ്രണയം എന്നൊരു ആൽബം ഉണ്ട്. എൻ്റെ കോഴിക്കോട്ടിലൊരു സുഹൃത്തുണ്ട്, തേജ് മെർവിൻ. അദ്ദേഹം ഈണം കൊടുത്തൊരു പാട്ടാണ്. ഹരിഹരനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. വളരെ നല്ലൊരു പാട്ട് തന്നെയാണ് കേട്ടോ. കേട്ടപ്പോൾ തന്നെ ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മളെ വല്ലാതെ നമ്മളിലേക്ക് കണ്ട് ആകർഷിക്കും. പിന്നെ അതേപട്ടെ എങ്ങനെ വേഗം പഠിച്ചെടുത്ത് അത് ഇവിടെ വെക്കുക, എപ്പോഴും വേണമെങ്കിൽ പാടാലോ. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. വേറൊരു പാട്ടുണ്ട് ഇതുപോലെ. ആ പാട്ട് പാടുമ്പോൾ നിനക്ക് അഹങ്കാരം വരും. പൂവോ നിൻ ചിരി പൂ പന്തലോ തേനോ നിൻ മൊഴി തേൻ പുഴയോ, പൂവോ പുന്തിരി പൂ പന്തലോ തേനോ നിൻ മൊഴി തേൻ പുഴയോ, ചെമ്പരത്തിപ്പൂവ് ചന്തമല്ലേ, ചെമ്പകപ്പൂവിൻ സുഗന്ധമല്ലേ, ചെണ്ടുമല്ലിപ്പൂവിൻ നിറമല്ലേ,
ചെന്താമരപ്പൂ പോൽ ചുണ്ടല്ലേ, അറിയില്ല എനിക്കറിയില്ല എങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കും, അറിയില്ല എനിക്കറിയില്ല എങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കും, ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം. ഈ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഇത്. ഞാൻ കൂടെ പാടിയത്. ഈ രണ്ട് പാട്ടും സെയിം ആൽബത്തിലാണ്. അതെ അതെ പ്രണയം. അതെ. ഇതിപ്പോ കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറെ വർഷങ്ങൾ പിന്നോട്ട് പോയി. ഒരുപാട് ഞാൻ എൻ്റെ പഴയ കാമുകിയൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഓർത്തുപോയി. ഇപ്പൊ ശരിക്കും ആ കാമുകി ചിലപ്പോ തുമ്മട്ടെ തുമ്മട്ടെ ഇരുന്ന് തുമ്മട്ടെ. അതുപോലെ തന്നെ മോണാക്ടിൽ എനിക്ക് തോന്നുന്നു ആധികാരമായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുള്ളത് വിനോദേട്ടനായിരിക്കും. രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. അതെ. അതൊക്കെ ഇങ്ങനെയാണ് ആ പുസ്തകത്തെ. അത് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടിയത് മോണോആക്ടിലാണ്. ഈ മോണോആക്ട് എന്ന് പറഞ്ഞ ഐറ്റം ഏകാഭിനയം എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ്റെ ഏറ്റവും കൂടുതൽ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു ഇനമാണ് അത് മോണോആക്ട്. ഇപ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പാട്ട് പാടുമ്പോൾ പാട്ട് പാടാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ മോണോആക്ട് കളിക്കുമ്പോൾ ഡാൻസും കളിക്കാം, പാട്ടും പാടാം, മോണോആക്ടും കളിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നിലേറെ കഥാപാത്രങ്ങൾ, ഒരു മോണോആക്ടിൽ ഒരു 5 8 കഥാപാത്രങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് കഥാപാത്രങ്ങളൊക്കെ മാറി മിന്നി മറിഞ്ഞ് ഒരു കലാകാരൻ്റെ എല്ലാ കഴിവുകളും കാണിക്കാൻ 5 മിനിറ്റുണ്ട്. അപ്പോൾ ഈ ഇനത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടിയത്, സ്കൂളിലും കോളേജിലും ഒക്കെ. അങ്ങനെ പിന്നെ കോളേജൊക്കെ വിട്ടപ്പം ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്, പരിശീലിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ വീടുകളിലും പോയിട്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വീട്ടിൽ വരുമ്പോഴേക്ക് വീട്ടിൽ പോയിട്ട് കുട്ടികളെ ഞാൻ പഠിപ്പിക്കും. അപ്പം ഞാൻ തന്നെ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ എഴുതിയുണ്ടാക്കും, കുട്ടികൾക്ക് പറ്റിയ സ്ക്രിപ്റ്റുകൾ. അങ്ങനെ ഒരു ദിവസം 15 വീടുകളൊക്കെ പോയിട്ട് ഞാൻ പഠിപ്പിച്ച കാലമുണ്ട്. 15 വീടുകളൊക്കെ കേട്ടോ. 4 മണിക്ക് തുടങ്ങി രാത്രി 11 മണി വരെ. കാരണം എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വീട്ടുകാർ, എല്ലാവർക്കും ഞാൻ വേണം. അപ്പം നമുക്ക് ഫീസും കിട്ടും, നല്ല വരുമാനമാണ്. അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ എഴുതി തുടങ്ങി. അങ്ങനെ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടാൻ പോകണം. പല സ്കൂളിൽ നിന്നും ജഡ്ജസൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. എടാ വിനോദേ, ഞാൻ ജഡ്ജ് ചെയ്യാൻ പോയി, ആ സ്കൂളിൽ 3 കുട്ടികളും നിൻ്റെ വീട്ടിലാ ഫസ്റ്റ് കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് വീട്ടിൽ. പിന്നെ ഞാൻ ഈ കലാരംഗത്ത് തിരക്കായി എനിക്ക് പഠിപ്പിക്കാൻ പോകാൻ സമയം കിട്ടാതെ വന്നു. അപ്പം എനിക്ക് തോന്നി ഈ സ്ക്രിപ്റ്റുകളെ കൂടെ ഒരു പുസ്തകമാക്കാം, കുട്ടികൾക്ക് ഉപകരിക്കട്ടെ, കഴിവുള്ള കുട്ടികൾക്ക് അത് വായിച്ചിട്ട് പഠിക്കാമല്ലോ. അങ്ങനെ ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതി. അത് നന്നായിട്ട് പോയി. പൂർണ്ണ പബ്ലിക്കേഷനാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് ഒരുപാട് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഉപകരിച്ചു. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ പുസ്തകം എഴുതാൻ തോന്നി. രണ്ടാമത്തെ പുസ്തകം എഴുതി, അതും നന്നായിട്ട് പോയി. ഇപ്പം മൂന്നാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് ശരിക്കും അവർക്കൊരു ഉപകാരമാവും. ശരിക്കും പറഞ്ഞു, ഇത്തവണ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മോണോആക്ടിൻ്റെ ജഡ്ജായിരുന്നു, വിധികർത്താവായിരുന്നു, സ്റ്റേറ്റ് ജേർണലിസ്റ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പം പല പേരൻസും എന്നോട് വന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്, പുതിയ പുസ്തകം എഴുതുമോ? കാരണം അത് നല്ലതായിരുന്നു, സാറിൻ്റെ പുസ്തകം നോക്കിയിട്ട് എൻ്റെ മോനൊക്കെ. ഇപ്പം നമ്മുടെ അനശ്വര എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആക്ട്രസ് ഉണ്ടല്ലോ, അനശ്വര ഒരിക്കൽ അമ്മയുടെ ഒരു ഫംഗ്ഷനിൽ വന്നപ്പോഴേ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഈ കുട്ടിയെ കണ്ടപ്പോൾ, മോളെ ഒന്നെങ്കിൽ വന്നേ, ഞാൻ ഇന്ന് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടാണ്. കുട്ടി ഓടി വന്നിട്ട് എൻ്റെ കാൽക്കിലേ കണ്ടു വീണു. അപ്പം ഞാൻ ഇതിൻ്റെ കാലൊക്കെ പിടിക്കണേ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും സാറിന് കാണുകയാണെങ്കിൽ കാല് വിട്ട് വന്നിക്കുക. കാരണം സാറിൻ്റെ അനുവാദം ഇല്ലാതെ ഒരുപാട് സാറിൻ്റെ മോണാക്ട് ചെയ്തിട്ടാണ് എനിക്ക് സമ്മാനങ്ങളെ കിട്ടിയ സ്കൂളിൽ. അങ്ങനെ ഒരുപാട് പേർക്ക് ഉപകരിച്ചിട്ടുണ്ട് ആ പുസ്തകം. അടുത്ത പുസ്തകത്തിൻ്റെ രചനയിലാണ്. അതുപോലെ ഞാൻ വിനോദയാത്ര എന്നൊരു പുസ്തകം എഴുതി. അത് എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ എൻ്റെ കലാജീവിതത്തിലെ നല്ലതും ചീത്തതുമായ, കൈപ്പേറിയതും മധുരിക്കുന്നതുമായ അനുഭവങ്ങളാണ്. അതിൽ ഞാൻ കലാകാരനായ അനുഭവങ്ങൾ, ഞാൻ മോട്ടിവേഷൻ സ്പീക്കറായ അനുഭവങ്ങൾ, ഞാൻ സോഷ്യൽ വർക്കറായതിൻ്റെ പേരുള്ള അനുഭവങ്ങൾ, അങ്ങനെ എല്ലാ അനുഭവങ്ങളും ഉണ്ട്. ആ പുസ്തകം മാതൃഭൂമിയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ വെച്ചിട്ട് എൻ്റെ പ്രകാശനം. അതിപ്പോൾ 4ാമത്തെ എഡിഷനിലെത്തി. ഒരുപാട് പേര് വായിച്ച് പലരുടെ മനസ്സിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പം മോട്ടിവേഷനായി അടുത്ത പുസ്തകത്തിൻ്റെ രചനയിലാണ്. അതെ, എല്ലാ മേഖലയിലും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പം അതിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ അവിടെ കിടക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മളില്ലാതായാലും നമ്മളെ പറ്റിയ ആളുകൾ ഇങ്ങനെ പറയണം, ചിരിക്കണം. ആ വിനോദം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ വിനോദിൻ്റെ ആ പുസ്തകം, വിനോദിൻ്റെ മോണായിട്ട് ആ കുട്ടി ചെയ്യണം, ഈ കുട്ടി ചെയ്യണം. വിനോദേട്ടൻ പറഞ്ഞ വാക്കുകൾ എല്ലാം അവിടെ നിലനിൽക്കണം, അനശ്വരമായിരിക്കണം. ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ടേ നമ്മൾ പോകാൻ പാടുള്ളൂ. അതാണ്. അതുപോലെ ഇപ്പൊ ഉണ്ടല്ലോ, മൂസക്കായുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറയാൻ പറ്റും? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു തരികയാണെങ്കിൽ നല്ലതായിരുന്നു. മോളെ, ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുക, വല്ല അറിഞ്ഞിക്കട ഈ? ഇല്ല, അറിയില്ല. 2 ദിവസം കൂടി കഴിഞ്ഞാലേ വീട്ടിലെ ഗ്യാസ് നിൽക്കൂ. പിന്നെ ഉമ്മയും മോളും കൂടിയേ അടുപ്പൂട്ടണം. അടുപ്പൂട്ടാൻ അറിയോ?
3 കല്ലെടുത്ത് വെക്കുക, 3 കല്ലെടുത്ത് വെച്ച് അതിന് മേലെ ചെമ്പ് വെക്കുക, എന്നിട്ട് അടിയിൽ ഓലക്കണ്ണിയും വിറകൊക്കെ വെച്ചിട്ട് കത്തിക്കുക. അപ്പൊ ഈ മുഖത്തുള്ള ഭംഗിയൊന്നും കിട്ടില്ല, മുഖത്തൊക്കെ ചായയൊക്കെ പോകും കേട്ടോ. ഗ്യാസ് ഓണാക്കിയിട്ട് മാറിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് മാറിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഊതാങ്കോയിലെടുത്ത് ഊതണം അതിൻ്റെ അകത്തേക്ക്. പുക വരും, പുക വരുമ്പോൾ കണ്ണെരിയൂ, അതൊക്കെ ഉണ്ടാവൂ. കാലം മാറിക്കൊണ്ടിരിക്കുക, യുദ്ധം നടക്കണത് അറിയോ. ഗ്യാസ് ഒന്നും നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല. ഇതാണ് മൂസക്കായി. അതെ, മൂസക്കായിനെ ഞാൻ മുന്നിൽ ഇപ്പൊ കണ്ടു, പിന്നെ അതേട്ടൻ മാറിയിട്ട് ഇപ്പൊ മൂസക്കായി. ഇപ്പോഴൊക്കെ ശരിക്കും മേറ്റി മൂസ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സബ്ജക്റ്റ് ആവുമായിരുന്നു. പാത്ത് മൂസക്കായ ഗ്യാസ് ഒന്നും കൂടി ഉള്ളോട്ടെ, എന്താ ചെയ്യുക, നിന്റെ ഗ്യാസ് ഉണ്ടായി തരാങ്ക്, എനിക്ക് നല്ല ഗ്യാസ് ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറയണ ഒരു കാലം ആലോചിച്ച് നോക്കി. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ഒരു സമയത്തോട്ട് പോയ പോലെ തോന്നി. ശരിക്കും മുസക്കായിന് മുന്നിൽ കണ്ട പോലെ തന്നെയായിരുന്നു. അപ്പൊ നമുക്കൊരു നാടൻ പാട്ട് പാടിയാലോ അവസാനമായിട്ട്? നാടൻ പാട്ട് എന്തായാലും വേണം. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടിതയേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടിതയേ. കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാൻ്റെ ദൈവം കുഞ്ഞോളെ കൊല്ലുകയില്ലെന്നാരത് കണ്ട്. കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ലാം. കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. പാട്ടും പാരന്താ കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ. പ്രതിഷേധങ്ങളാണ് നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ, പ്രതിഷേധങ്ങളാണ്. മണ്ണിൻ്റെ മണമുള്ള, മലയാളത്തിൻ്റെ ഗന്ധമുള്ള, വിയർപ്പിൻ്റെ രുചിയുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. ഞാനിപ്പോഴും സ്കൂളുകളിലും എവിടെ എന്നെ ഉദ്ഘാടനത്തിന് വെച്ചാലും എൻ്റെ അടുത്ത് എൻ്റെ കുറച്ച് നാടൻ പാട്ടുകളുണ്ട്. ആ നാടൻ പാട്ടുകൾ പാടി ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിലേക്കിട്ട് ഇറങ്ങും. പിന്നെ കുട്ടികളൊക്കെ ഏറ്റുപാടി ഡാൻസ് ചെയ്ത് അതൊരു ആഘോഷമാക്കിയിട്ട് മാറും. അതാണ് അതിൻ്റെ ഭയങ്കര എനർജിയാണ് നാടൻ പാട്ടുകൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതം ഒന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ നമ്മളൊരു ഒപ്പ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാമെന്ന് പറയുന്നത് പോലെ തന്നെ നല്ലൊരു കാര്യമാണ് വിനോദേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും നല്ല സിനിമകളിലും അല്ലെങ്കിൽ നല്ല ഇതേപോലെ തന്നെ നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ കാര്യത്തിലും വലിയ വിജയമായി തീരട്ടെ വിനോദേട്ട. അപ്പോൾ വളരെയധികം നന്ദി. എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയത് തന്നെ, അല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻ്റർവ്യൂ വളരെ ഭംഗിയായിട്ട് ചെയ്തു. കാരണം നമ്മൾ എൻ്റെ വീട്ടിലൊരാൾ വന്നിരുന്ന് സംസാരിക്കണം പോലെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. അപ്പോൾ അതിന് എൻ്റെയും ഒരു അപ്രിസിയേഷൻ. അതെ, അപ്പോൾ വളരെയധികം നന്ദി വിനോദേട്ട. താങ്ക് യു. നമസ്കാരം.